നിങ്ങൾ നിലവിലൊരു സംരംഭം ചെയ്യുന്നുണ്ടോ, അല്ലെ വ്യവസായം നിങ്ങൾ ചെയ്യുന്നുണ്ടോ, അതിന്റെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ദിവസം നമ്മുടെ കണ്ണൂർ വരാൻ പോവാണ്. നിങ്ങൾ ഈ കാണുന്ന നായനാർ അക്കാഡമിയിൽ വെച്ചിട്ട് ഗംഭീരമായിട്ടുള്ള ഒരു എക്സ്പോ നടക്കാൻ പോവാണ്. ഈ ഒരു എക്സ്പോന്റെ ചെയർമാൻ ആയിട്ടുള്ള കരീം കണിപ്പന്റെ കൂടെ ഉള്ളത്. ഇത് മാത്രമല്ല KSIയുടെ പ്രസിഡന്റും കൂടിയാണ് ഇദ്ദേഹം. നമ്മുടെ ഈ ഒരു എക്സ്പോ എന്താണ് നടക്കാൻ പോകുന്നത്? അത് മെയ് മാസം 8, 9, 10 തീയതികളിൽ വെള്ളി, ശനി, ഞായർ 3 ദിവസങ്ങളിലായിട്ട്. ഈ ഒരു എക്സ്പോയില് ആരൊക്കെയാണ് ഇതിൽ പങ്കെടുക്കുന്നത്? ഇതിൽ പങ്കെടുക്കുന്ന മിഷൻ ഉൽപാദകർ, അതുപോലെ തന്നെ ഉൽപാദകരുണ്ടാവും. ഓരോരുത്തർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ വെക്കാൻ വേണ്ടി. അങ്ങനെ എല്ലാ മേഖലകളിലും വ്യവസായിയായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും എല്ലാ ആളുകളും പങ്കെടുക്കും. ഓക്കെ, നമ്മൾ ഈ വീഡിയോ മെയിൻ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നതോ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ ഒരു എക്സ്പോയിലേക്ക് പങ്കെടുക്കാൻ സ്റ്റാൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. 100%. നമുക്ക് ഏകദേശം എത്ര സ്റ്റാളാണ് ഈ ഒരു എക്സ്പോയിൽ പ്ലാൻ ചെയ്യുന്നത്, പ്രതീക്ഷിക്കുന്നത്? ഞങ്ങളൊരു 200 സ്റ്റാളാണ് ഇവിടെ. 200 സ്റ്റാൾ. 200 സ്റ്റാൾ. ഇവിടെ ഇപ്പോൾ ഒരു സ്റ്റാൾ എടുക്കുന്ന ഏത് സംരംഭകരാണെങ്കിലും അവരുടെ പ്രോജക്റ്റ് ജനങ്ങളിലേക്ക് എത്താൻ അവർ മാക്സിമം ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏകദേശം എത്ര ആളുകൾ ഈ ഒരു എക്സ്പോ സന്ദർശിക്കാൻ സാധ്യതയുണ്ട്? ഞങ്ങളെ കണക്ക് പ്രകാരം ഒരു 30,000-നും 35,000-ത്തിനും ഇടയിലാണ് ഈ 3 ദിവസം ഇതിൽ പങ്കെടുക്കും. അതിലൊരു കാരണം എന്ന് പറഞ്ഞാൽ 15,000 വ്യവസായികളുണ്ട് ഇവിടെ കണ്ണൂർ ജില്ലയിൽ മാത്രം 15,000-ഓളം ഈ ഉദ്യം രജിസ്ട്രേഷൻ എടുത്ത വ്യവസായികൾ ഏകദേശം 15,000, ചെറുതും വലുതുമായ 15,000-ഓളം ഉണ്ട്. അപ്പോൾ അതിൽ ഞങ്ങളെ മെമ്പർമാർ, ഭൂരിഭാഗം മെമ്പർമാർ ഞങ്ങളെ മെമ്പർമാരാണ്, KSIയുടെ മെമ്പർമാരാണ്. പക്ഷേ ഇത് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇതിൻ്റെ അകത്ത് ഇതിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പിന്നെ വിവിധ പരിപാടികൾ ഞങ്ങൾ ഇതിൽ നടത്തുന്നുണ്ട്. മാധ്യമ സെമിനാർ, അതുപോലെ തന്നെ വ്യവസായികൾക്ക് ഈ ഗവൺമെൻറ്റുകളുടെ എന്തെല്ലാം സ്കീമുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ക്ലാസ്സുകൾ കൊടുക്കുന്നത് വ്യവസായികൾക്ക്. പിന്നെ മറ്റൊരു പ്രത്യേകത ഞങ്ങൾ എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിൽ +2 പഠിക്കുന്ന ഏകദേശം 170ഓളം സ്കൂളുകളുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഏകദേശം 100ഓളം ഹയർ സെക്കൻഡറിയിലെ ഒരു സ്കൂളിലെ 3 വീതം കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു 300 കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ഇൻട്രാക്ഷൻ പല വ്യവസായികളുമായിട്ടില്ല. അതായത് കുട്ടികൾ ഈ വ്യവസായികൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ആദ്യം പറയും, ഒരു 10 മിനിറ്റ് അവർക്ക് കൊടുക്കും. അപ്പോൾ അവർ പറഞ്ഞതിന് ശേഷം ഈ കുട്ടികൾക്ക് അങ്ങോട്ട് ചോദിക്കാം. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് കുട്ടികളെ ചെറിയ പ്രായത്തിൽ തന്നെ പരിശീലിപ്പിച്ചിട്ട് വ്യവസായ മേഖലയിലേക്ക് കൊണ്ടുവരാൻ. ഈ ഒരു എക്സ്പോ എന്ന് പറയുന്നത് B2B ആണോ അല്ലെ B2C ആണോ വരുന്നത്? ഇത് B2C ആണ്, B2B ആണ്, രണ്ടും വരും. വ്യവസായികൾക്ക് ഗുണകരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ബാങ്കിന്റെ ആളുകളുണ്ട്. സ്വാഭാവിക വ്യവസായികൾക്ക് ലോണിന്റെ ആവശ്യമുണ്ടാവും. അപ്പൊ ബാങ്കിന്റെ ആളുകളുമായിട്ട് മുഖാമുഖം ഇവിടുന്ന് സംസാരിക്കാവുന്ന, അതായത് ഒരു ബാങ്ക് വന്നിട്ട് ഇവിടെ സ്റ്റോൾ എടുക്കുകയാണെങ്കിൽ നേരിട്ട് വ്യവസായികളെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. മറ്റൊന്ന് പറഞ്ഞാൽ മിഷനറിന്റെ ഉൽപ്പാദകരുടെ കൊണ്ടുവച്ചാൽ വ്യവസായികളും മിഷനറിക്കും അവർക്ക് തമ്മിൽ മുഖാമുഖം കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സോളാർ, ഇപ്പം എന്താ വെച്ചാൽ എല്ലാ വ്യവസായങ്ങളെല്ലാം സോളാറിലേക്ക് മാറും. അപ്പോൾ സോളാറിന്റെ ഉണ്ടെങ്കിൽ അവർക്ക് സോളാറായിട്ട് ബന്ധപ്പെട്ട് വിവിധ സോളാറുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ സോഫ്റ്റ്വെയറിന്റെ ആള് ഇപ്പൊ എല്ലാ വ്യവസായികൾക്കും AI അതിലേക്ക് മാറാൻ പറ്റും. തീർച്ചയായിട്ടും. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അവർ ഇവിടുന്ന് സംസാരിക്കാൻ വേണ്ടി സ്റ്റാൾ എടുക്കുന്ന ആളുകൾക്ക് എല്ലാ വിധത്തിലെ ഗുണവും കൂടി ഉണ്ടാവും. ഇങ്ങനെ നമ്മളെ കണ്ണൂരിൽ ശരിക്കും ഈ ഒരു വ്യവസായപരമായിട്ട് ഇങ്ങനെ ഒരു സംരംഭമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു എക്സ്പോ നടന്ന് നിങ്ങൾ തന്നെയായിരിക്കും അല്ലേ? ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം 1961 ഒരു സംഘടനയാണ്. 61 അപ്പോൾ 65 വർഷമായി കേരളത്തിന്റെ അകത്ത് പ്രവർത്തിക്കുന്നു. ഇത് സർക്കാരിന്റെ ഗ്രാൻഡോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. പങ്കെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഗുണകരം ആവണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹം. എത്രയാണ് ഇൻഡെക്സ്പോ 2026ന്റെ വിശേഷങ്ങൾ. നിങ്ങളൊരു സംരംഭം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെറിയൊരു സംരംഭം ആയിക്കോട്ടെ, വലിയൊരു വ്യവസായം ആയിക്കോട്ടെ, അങ്ങനെ എന്താണെങ്കിലും നിങ്ങളൊരു പ്രോഡക്റ്റ് നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു മെഷീനറി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മളിന്ന് വലിയ രീതിയിൽ പ്രയാസം അനുഭവിക്കുന്നുണ്ടല്ലേ. എന്നാൽ ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ, ഇവിടെ നമ്മളൊരു സ്റ്റാൾ എടുത്തു കഴിഞ്ഞാൽ 30 മുതൽ 35,000-ന് മുകളിൽ ആളുകൾ ഒരു സമയം ഒരു സ്ഥലത്ത് സന്ദർശിക്കുകയാണ്. ഇത്രയും ആളുകളിലേക്ക് നമ്മുടെ പ്രോഡക്റ്റ് ഡയറക്റ്റ് എത്തിക്കാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് ഈ ഒരു എക്സ്പോ എന്ന് പറയുന്നത്. EK നായനാർ മെമ്മോറിയൽ അക്കാഡമിക് കോംപ്ലക്സ് ഭരണശ്ശേരിയിൽ വെച്ചിട്ടാണ് ഈ ഒരു എക്സ്പോ നടക്കുന്നത്. ഡേറ്റ് മറക്കണ്ട, മെയ് 8, 9, 10 തീയതികളിലായിട്ട്.